ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. കേരള പാഠാവലി 4ലെ മലയാളം കേരള പാഠാവലിയാണ്. അതിലെ ലാസ്റ്റ് യൂണിറ്റ് 6, യൂണിറ്റ് 6 പിന്നിട്ട പാതകൾ. പിന്നിട്ട പാതകളിലെ ആദ്യ ചാപ്റ്ററാണ് ജീവനായ നാട്. അപ്പോൾ ജീവനായ നാട് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. യൂണിറ്റ് 6 പിന്നിട്ട പാതകൾ 2 ചാപ്റ്ററാണ് നമുക്കുള്ളത്. ജീവനായ നാടും ഓർമ്മകൾ ഉണരുമ്പോൾ. ജീവനായ നാടിൽ നമുക്ക് 3 ഭാഗങ്ങൾ നോക്കാനുണ്ട്. ഒറ്റപ്പൂങ്കാവിൽ, നമ്മൾ ഇന്ത്യക്കാർ, ഗാന്ധി, തൊടൽ മല. അപ്പോൾ നമുക്ക് ഒറ്റപ്പൂങ്കാവിലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നിട്ട പാതകൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒന്ന് വായിച്ചു നോക്കാം. വാതിൽ എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. ഇന്ത്യ എനതു നാട്, എനതു സ്വന്ത നാടു, ഇന്ത്യ എനതു ഉയിരിനും, ഉയിരാന നാടു, ഉയിരാന നാടു. സോ ഇതാണ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ആദ്യം തന്നിരിക്കുന്നത് അല്ലേ. വായിച്ചു നോക്കൂ. ഇനി കന്നഡത്തിൽ അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. വേറെ വേറെ ഭാഷകളിൽ എങ്ങനെയാണെന്ന്. കന്നഡയിൽ ഭാരത ನನ್ನ ದೇಶ, ನನ್ನ ಸ್ವಂತ ದೇಶ, ಭಾರತ ನನ್ನ ಜೀವಕ್ಕಿಂತ, ಜೀವವಾದ ದೇಶ, ಜೀವವಾದ ದೇಶ. ഹിന്ദിയിൽ എങ്ങനെ പറയാം? ഭാരത് മേരാ ദേശ്, മേരാ അപ്നാ ദേശ്, ഭാരത് മേരെ ജാൻ സെ ബി പ്യാരാ അപ്നാ ദേശ്, പ്യാരാ അപ്നാ ദേശ്. അപ്പോൾ 3 ഭാഷകളിൽ നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ടുള്ളത് വായിച്ചു. ഇനി നോക്കാം. ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യം കണ്ടല്ലോ. ചിത്രത്തിലെ കുട്ടികളുടെ വേഷത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അപ്പം നമുക്കൊന്നുകൂടി ചിത്രം നോക്കാം. നോക്കൂ, ഈ ചിത്രത്തിൽ കുട്ടികളുടെ വേഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ പല സംസ്ഥാനത്തെയും വസ്ത്രധാരണ രീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കതൊന്ന് നോക്കാം. ചിത്രത്തിലെ കുട്ടികളുടെ വേഷങ്ങൾ വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ കുട്ടിയും വ്യത്യസ്ത വേഷങ്ങളിലാണ് ഉള്ളത്. ഇത് ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്നു. എന്നാൽ എല്ലാവരും കൈകോർത്ത് വൃത്തമായി നിൽക്കുന്നതിലൂടെ വൈവിധ്യത്തിനുള്ളിലെ ഐക്യമാണ് ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരൊറ്റ സംസ്കാരമല്ല ഫോളോ ചെയ്യണത് അല്ലേ. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത വസ്ത്രധാരണ രീതികളുണ്ട്, വ്യത്യസ്ത ഭക്ഷണങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ത്യ ഭയങ്കര വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് ജീവനായ നാടൊന്ന് വായിക്കാം. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. ഈ ആശയം കഥയിലും കവിതയിലും മറ്റും പല രീതിയിൽ കടന്നു വരുന്നുണ്ട്. ഒറ്റപ്പൂങ്കാവിലുണ്ട് അനേകം പൂവുകൾ, ഒരുപാട് അന്തരം അവയ്ക്കോരോന്നിനും. മണത്തിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, മധുവിലും കാണാം പെരുത്തു വ്യത്യാസം. ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ഇവയ്ക്കു മൊത്തത്തിൽ ഒരൊറ്റ പേർ പുഷ്പം. ഇതേ വിധം തന്നെ കഴിയുന്നു നമ്മൾ, ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു ഗാർഡൻ ഒരു പൂന്തോട്ടം അല്ലേ. ആ ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള പൂവുകൾ നമുക്ക് കാണാം അല്ലേ. ആ ഒരുപാട് പൂവുകൾക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. കളറിൽ, മണത്തിൽ അല്ലെ, എല്ലാത്തിലും വ്യത്യാസമാണ്. മണത്തിൽ വ്യത്യാസം ഉണ്ടാവും, നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഒരേ തോട്ടത്തിൽ വിരിയുന്ന പൂവുകളിൽ കാണുന്നു. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും എല്ലാത്തിനും കൂടി നമ്മൾ ഒരൊറ്റ പേരല്ലേ വിളിക്കുന്നത്, പുഷ്പമെന്ന്. ഇതേപോലെയാണ് നമ്മൾ ഇന്ത്യക്കാരും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ കോമൺ ആയിട്ട് മനുഷ്യൻ തന്നെയല്ലേ പറയാ, മാനവർ, മനുഷ്യർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണു നാം. അപ്പം നമുക്കറിയാം പല മതത്തിലുള്ളവരുണ്ട്, പല ജാതിയിലുള്ളവരുണ്ട്, പല നിറത്തിലുണ്ട് അല്ലേ. നമുക്കറിയാം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, എങ്ങനെ ഏതൊക്കെയോ മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. പല ജാതികളുണ്ട്, നിറവും അതുപോലെ കറുത്തവരും വെളുത്തവരും ഒക്കെ ഉണ്ട് അല്ലേ. പല തരക്കാരുണ്ട്, നല്ലവരും ചീത്തയായ ആൾക്കാരും, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അല്ലേ. പല ദേശങ്ങളിൽ ജീവിക്കുന്നവർ, പല ഭാഷ സംസാരിക്കുന്നവരെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ബേസിക്കായിട്ട് നമ്മൾ ആരാണ്? മനുഷ്യരാണ്. നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം സ്നേഹം, നമുക്കുണ്ടാകണം
ഉണ്ടാകണം അകത്തു കാരുണ്യം. ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ച് ചിരിച്ചിടണം നാമെല്ലാം. അപ്പം നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും സഹജീവികളാണ് അല്ലേ? മനുഷ്യരെല്ലാവരും സഹജീവികളാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിനകത്ത് കാരുണ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ എപ്പോഴും ദേഷ്യവും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന ചിന്തയൊന്നും പാടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെയാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തിന് ഒരു പൂവായിട്ടും നമ്മളെയൊക്കെ പൂക്കളായിട്ടുമാണ് ഇവിടെ കവി പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിച്ചിടണം നാം എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത വരുന്നത്. ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം. ഒറ്റ പൂങ്കാവിൽ എന്ന കവിത മനുഷ്യരും പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ വിവിധ വേഷങ്ങളും നിറങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള അനേകം ആളുകൾ ജീവിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിത രീതികൾ വ്യത്യസ്തമായിരുന്നാലും എല്ലാവരും ഒരേ രാജ്യത്തിന്റെ ഭാഗങ്ങളാണ്. ഈ വൈവിധ്യത്തിനിടയിലും ഇന്ത്യയെ ഒന്നായി നിർത്തുന്നത് ഐക്യമാണ് എന്ന് കവിത നമ്മെ പഠിപ്പിക്കുന്നു. ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും. കവിതയിൽ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം മരങ്ങൾ, പൂക്കൾ, പക്ഷികൾ തുടങ്ങിയ പ്രകൃതിയും ചേർന്ന് നിലനിൽക്കുന്നതായി കാണിക്കുന്നു. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഈ സഹവർത്തിത്വമാണ് ഇന്ത്യയുടെ സൗന്ദര്യം. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ ആശയം കവി തന്റെ വരികളിലൂടെ വളരെ മനോഹരമായി വിവരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ കവിതയുടെ ബാക്കി ഭാഗങ്ങൾ, ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അടുത്ത ചാപ്റ്ററും എല്ലാം നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കവിതയുടെ ആശയം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ ആശയം കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മൾ ചെയ്തതെല്ലാം ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ ആദ്യം ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യത്തിനെ കുറിച്ചിട്ട്, കുട്ടികളുടെ വേഷത്തിനെ കുറിച്ചും പറയുണ്ടായി. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് എഴുതിയെടുക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒറ്റ പൂങ്കാവിൽ നിന്നുള്ള കവിത നമ്മൾ വായിച്ചു. ആ കവിതയുടെ മീനിങ്ങും നമ്മൾ പറയുണ്ടായി. അതിനുശേഷം കവിതയുടെ ആശയം നമ്മൾ പറഞ്ഞു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതാക്കി എഴുതാം കേട്ടോ. ഞാനിത് ഒരു മീഡിയം റേഞ്ചിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടാം, ഇത് കുറയ്ക്കാം, രണ്ടും ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഇന്ത്യയെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വലിയൊരു ആശയം കിട്ടും. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആശയം എഴുതാവുന്നതാണ്. ഞാൻ അത്രയും വലിച്ചു നീട്ടാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തുടർന്ന് വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.